ഇപ്പോൾ കടക്കാർ നമ്മളോട് പറയുകയാണ് അവിടെ പാർക്ക് ചെയ്തോ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പാർക്ക് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദേ മോൻ അങ്ങോട്ടും നോക്കി പേ ആൻഡ് ഡിസ്പ്ലേ തെറ്റ് ചെയ്യാനല്ല പറയണം, ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, അവർക്കൊരു മനസ്സലിവുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ 240 എന്നുള്ളത് 160 കിട്ടിയില്ലേ. ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ വണ്ടി ഉള്ളവരും ഇനി വണ്ടി എടുക്കാൻ പോണവരും ലൈസൻസ് ഉള്ളവരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആട്ടോ. കാര്യം യു കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഇന്ന് എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. ഇന്ന് വേറെ ഒരു സംഭവം കൂടെ നടന്നു, എനിക്ക് ഒരു ഫൈൻ കൂടെ വന്നു. അപ്പം ഞാൻ ഓർത്തു ഈ ഒരു വർഷം എത്ര രൂപ ഞാൻ ഫൈൻ അടച്ചതെന്നൊന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പം ഏകദേശം 520 പൗണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വർഷം ഫൈൻ അടച്ചത്. എല്ലാവർക്കും പറ്റണ ഒരു അബദ്ധമാണ്. ഇപ്പം നമ്മുടെ ഒരു 2-3 മാസം മുമ്പ് നമ്മുടെ വിപിൻ ബ്രോ പറഞ്ഞായിരുന്നു പുള്ളി 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് 5 ലക്ഷം രൂപ കൊണ്ട് ഫൈൻ അടച്ചു എന്ന്. എനിക്കത് ആദ്യം കേട്ടപ്പോൾ തള്ളാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞത് കറക്റ്റാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ 520 പൗണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഫൈൻ എന്തൊക്കെയാണ്? ചിലതിൽ മിസ്റ്റേക്കാണ്. ഒരാൾ ഒരു തെറ്റ് ഒരു തവണ ചെയ്യുമ്പം അത് ഓക്കെയാണ്, പിന്നെയും പിന്നെയും ആവർത്തിക്കണവനാണ് മണ്ടൻ. അപ്പം എനിക്ക് ഇതുവരെ വന്നേക്കണത് 7 ഫൈനാണ് വന്നേക്കണത്. ഒന്നും റിപ്പീറ്റഡ് അല്ല, എല്ലാം വ്യത്യസ്തമായ ഫൈനുകളാണ് വന്നേക്കണത്. അപ്പോൾ അതെല്ലാം ആദ്യം ഞാൻ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ടിക്കറ്റാണ്. ദേ മഞ്ഞക്കാട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ ഷവർമ്മ കഴിക്കാൻ കയറിയതാണ്. ഷവർമ്മ കഴിക്കാൻ കയറി കഴിഞ്ഞപ്പം ആ കടയിലെ ഓണറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ ഇട്ടോട്ടെ എന്നൊന്ന് ചോദിച്ചു. ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒന്ന് അകത്ത് കയറി ഒന്ന് വർത്താനം കഴിഞ്ഞ് വന്നു. ഒരു 12 മിനിറ്റ് ഈ പുള്ളി ടിക്കറ്റ് ഒട്ടിച്ചിട്ട് അങ്ങ് പോയി. എനിക്ക് പിന്നെ പുള്ളീനെ കണ്ടുപിടിക്കാൻ വന്നില്ല. പിന്നെ ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ പുള്ളി കൈ മലർത്തി. തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പോൾ കടക്കാർ നമ്മളോട് പറയുകയാണ് അവിടെ പാർക്ക് ചെയ്തോ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇത് ചിലപ്പോൾ എനിക്ക് അന്നേരം തന്നെ പുള്ളീനെ സ്പോട്ടിൽ കണ്ടുപിടിച്ചെങ്കിൽ നടന്നേനെ. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റില്ല, പുള്ളി അങ്ങോട്ട് പോയി. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ടിക്കറ്റ്. ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ, ഇനി 6 കടയുണ്ട്. അടുത്ത പെനാൽറ്റി നമ്മുടെ മാഞ്ചസ്റ്ററിൽ നമ്മുടെ കൂട്ടുകാരൻ UK നിർത്തി പോണതിൻ്റെ ഒരു പാർട്ടിക്ക് പോയതാണ്. അന്ന് രാത്രി ആയതുകൊണ്ട് ബസ് ലൈനിൽ. പിന്നെ ഇവിടെ നമുക്ക് ഒരിക്കലും വാദിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല വൃത്തിക്ക് എൻ്റെ ഒരു ഒറ്റ വണ്ടി ഞാൻ മാത്രം ആ ബസ് ലൈനിൽ കൂടെ പോകണ നോക്കി. അപ്പം ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ബസ് ലൈനിൽ. അപ്പോൾ അന്നൊരാൾ എൻ്റെ പുറകിൽ ഓൺ അടിച്ചു. അപ്പോൾ എനിക്ക് എന്താ ഓൺ അടിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ നൈസായിട്ടാണ് പോകണല്ലോ എന്ന് ഓർത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബസ് ലൈനിൽ കൂടെയാണ് ഞാൻ പോയത്. ഫസ്റ്റ് ടിക്കറ്റിന് എനിക്ക് വന്നത് 28 ദിവസം കഴിഞ്ഞിട്ടാണ് 70, വിത്തിൻ 14 ദിവസമാണെങ്കിൽ 35 പൗണ്ട്. അങ്ങനെ ഞാൻ 35 അടിച്ചു. ബസ് ലൈനിൽ വന്നത് എനിക്ക് 60 പൗണ്ടാണ്. 14 ദിവസത്തിനുള്ളിൽ അടയ്ക്കുവാണെങ്കിൽ 30. മൂന്നാമത്തെ ടിക്കറ്റാണ് എനിക്ക് ഏറ്റവും സങ്കടമായതും എനിക്ക് ആകെ ഞാൻ ഷോക്കായത്. അതായത് 5 മിനിറ്റിൽ എനിക്ക് 3 ടിക്കറ്റ് കിട്ടി. 5 മിനിറ്റിൽ, ഞാൻ വെറുതെ പറയണല്ല കേട്ടോ. 22:44, 22:37, 22:35. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റാമിൽ ഞങ്ങൾ റൂം എടുത്തപ്പം ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. ഞങ്ങളവിടെ നിർത്തി കഥയെല്ലാം പറഞ്ഞ് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് അകത്തോട്ട് കയറ്റിയപ്പോൾ ഫസ്റ്റ് ഫൈൻ അടച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയെടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ മുകളിൽ പാർക്കിംഗ് ഉണ്ട്, മുകളിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ടാക്സി പോവാണ്. ആ ടാക്സിയുടെ പുറകെ വെച്ച് പിടിച്ച് അങ്ങോട്ട് കയറിയതാണ്. ആ റോട്ടിൽ കൂടെ ടാക്സിയും ടൂ വീലേഴ്സും മാത്രമാണ് പോകാൻ പാടുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ഫൈൻ കിട്ടി. ഈ മിസ്റ്റേക്ക് തന്നെ അടുത്ത വളവ് കളഞ്ഞ് കയറിയപ്പോഴും ആ റോഡിലും ഈ സെയിം റൂളായിരുന്നു. അങ്ങനെ അതിലും ഞങ്ങൾക്ക് അടിച്ചു. അങ്ങനെ അറ്റ് എ ടൈമിൽ, അതായത് 5 മിനിറ്റ് ഗ്യാപ്പിൽ എനിക്ക് 3 ഫൈൻ ടിക്കറ്റ് കിട്ടി. 80 വെച്ചിട്ടാണെങ്കിൽ 240 പൗണ്ട് അടയ്ക്കണം. അപ്പം ഞാനിങ്ങനെ കൗൺസിലായിട്ട് സംസാരിച്ചു. സോറി, മിസ്റ്റേക്കാണ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത് അയച്ചപ്പം ആദ്യം എനിക്ക് റിജക്ഷനാണ് വന്നത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എൻ്റെ വൈഫിൻ്റെ പേരിലുമാണ്. ഞാനാണ് അവർക്ക് റിക്വസ്റ്റ് ഫോം അയച്ചത്. ഈ എന്താ പറയുക, ഈ പെനാൽറ്റി ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അയച്ചേക്കണ ലെറ്ററിലെ ആൾക്കുടെ പേര് അബീസ് എന്നും ഞങ്ങൾ ഫൈൻ തന്നേക്കണ ആൾക്കുടെ പേര് ഭീമ, എൻ്റെ വൈഫിൻ്റെ പേര് വന്നു. അങ്ങനെ അത് ക്യാൻസലായി. എന്നിട്ട് ഞാൻ രണ്ടാമത് എൻ്റെ വൈഫിൻ്റെ പേര് വെച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ 3 പെനാൽറ്റി എന്നുള്ളത് 2 പെനാൽറ്റി ആയിട്ട് കുറച്ച് തന്നു. 160 പൗണ്ട്. 3, 4, 5 ഇതി കഴിഞ്ഞു. ആറാമത്തേന്ന് പറയണത് നമ്മുടെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ കിട്ടിയ ഫൈനാണ്. അപ്പം ആദ്യമായിട്ട് ഈ വണ്ടി എടുത്തിട്ട് കൂട്ടുകാരൻ ചോദിച്ചു, എയർപോർട്ടിലൊന്ന് കൊണ്ടുവന്ന് വിടുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോണത്. വേറെയും 2 പേരുണ്ടായിരുന്നു. അപ്പം ഞാനും ആഷിറും പോയി. അപ്പോൾ ആഷിർ ഫ്രണ്ടിൽ കൂടെ പോയി ഈ എന്താ പറയണ ഈ ഇത് പൊങ്ങൂലേ,
അപ്പം ഞാൻ കോളിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആഷിറ കാശ് അടക്കേണ്ട ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അവനും പറഞ്ഞു, ഇവിടെ പണി നടക്കുന്നുണ്ട് ബ്രോ, അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഫ്രീ ആക്കി തന്നേക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വിട്ടടിച്ച് പോയി. സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ അന്നേരം അവിടെ പല സ്ഥലത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിലാണ് ഈ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കേണ്ടത്, ഡ്രോപ്പ് ഓഫിന് വെറും 5 പൗണ്ടാണെന്ന് തോന്നുന്നു അടയ്ക്കേണ്ടത്. അതിന് ഞങ്ങൾക്ക് ഫൈൻ വന്നത് 60 പൗണ്ടാണ് കേട്ടോ. അടുത്ത പാർക്കിങ്ങാണ് സഹിക്കാൻ പറ്റാത്ത പാർക്കിങ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റഷ് ഹോമിൽ രാത്രി ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ വണ്ടി കയറി പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. 2 മണിക്കൂറത്തേക്ക് പാർക്ക് ചെയ്തു. അയാളൊരു സ്ലിപ്പ് തന്നു, അത് വണ്ടിയുടെ താഴെ ഇട്ടു, പോയി കഴിഞ്ഞ് വന്നപ്പം അവിടെ ഫൈൻ അടച്ചിട്ടേക്കുക. കാര്യം അപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഞങ്ങൾ കാശ് അടച്ചാണല്ലോ, പിന്നെ എന്തിനാ ഫൈൻ ഇട്ടേന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, മോൻ അങ്ങോട്ടൊന്ന് നോക്കി, പേ ആൻഡ് ഡിസ്പ്ലേ. അപ്പം ഞാൻ കയറി വന്നപ്പോൾ ആ ബോർഡ് ശ്രദ്ധിച്ചില്ല, ജസ്റ്റ് ക്യാഷ്യറിൽ നിൽക്കണം, ഇത് അടച്ചപ്പം ഈ പുള്ളി പറഞ്ഞോ ഇല്ല. പിന്നെ അവർ നമ്മുടെ നിസ്സഹായതയും പിന്നെ നമ്മളിങ്ങനെ ഒന്ന് കൺവിൻസ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് ഞാൻ അടച്ചപ്പോൾ ഈ പുള്ളി പറഞ്ഞോ ഇല്ലല്ലോ. അപ്പോൾ പുള്ളിക്കൊരു സഹതാപം തോന്നി, ഓക്കെ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എനിക്കത് ക്യാൻസലാക്കി തന്നു കേട്ടോ. നമ്മൾ ആ സ്പോട്ടിൽ സംസാരിച്ചുകൊണ്ടാണ് അത് ക്യാൻസലാക്കി തന്നത്. 7ാമത്തെ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൈനല്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്. കാര്യം ലീഡ്സിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പം ഒരു വലിയൊരു മണ്ടത്തരം കാണിച്ചു. കാര്യം എൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോയിൽ ഒരു 6 മാസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ വണ്ടിയെല്ലാം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ പാർക്കിങ്ങിൽ അവർ പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോഴാണ് ഇവിടെ കാശ് അടക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഇട്ട് പോയി. വണ്ടി ഇട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പാർക്കിങ്ങിൽ കയറി, ഞാനങ്ങ് കാശടച്ചു. അതായത് നമ്പർ പ്ലേറ്റ് BX എന്ന് അടിക്കുമ്പോൾ തന്നെ സാധാരണ എല്ലായിടത്തും ടൈമെല്ലാം കാണിക്കേണ്ടതാണ്. അവിടെ ടൈമൊന്നും കാണിച്ചില്ല. ഞങ്ങൾ തന്നെ 3 hours എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് അടച്ചിങ്ങനെ തിരിച്ചു വന്നപ്പോൾ തന്നെ പിന്നെ നോക്കുമ്പോഴാണ് പാർക്കിങ് വേറെ. സത്യം പറഞ്ഞു ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുള്ളൂ, ഇപ്പറ വേറെ പാർക്കിങ്, ഇപ്പറ വേറെ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും പാർക്കിങ് അടച്ചിട്ടാണ് ഞാൻ പോയത്. ഇതൊക്കെയാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടി യൂസ് ചെയ്യണവരാണെങ്കിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള എയർപോർട്ടിലേക്കും എന്തെങ്കിലും ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ കയറി ചെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഓൺലൈനിലായിരിക്കും അടയ്ക്കാൻ പറഞ്ഞേക്കണം. പിന്നെ അതുപോലെ പേ ആൻഡ് ഡിസ്പ്ലേ, പിന്നെ ബസ് ലൈന്, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ആ സ്റ്റാമ്പ് പോയപ്പോൾ കിട്ടിയ പോലത്തെ ഫൈനിക്ക് നിങ്ങൾക്ക് കൗൺസിലിൽ നല്ല രീതിയിൽ, കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഗോപി, അവനക്ക് ഇതുപോലെ അവൻ്റെ മെയിൻ ഡ്യൂട്ടി തന്നെ ഡ്രൈവിംഗ് റിലേറ്റഡ്. കാര്യം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യണ ഒരു ഓട്ടോമേഷനിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അവന് ഓൾ ഓവർ UK ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അവന് ഫൈൻ കിട്ടുമ്പോൾ നമുക്ക് കൗൺസിലിലോട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ കൗൺസിലുകൾ പല ടൈമുകളായിട്ട് കുറച്ച് തരാറുണ്ട്. എന്താ പറയണ, ഇപ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് അങ്ങനെ ബസ് ലൈൻ അതൊന്നുമല്ല. ഇപ്പോൾ ബസ് ലൈനിക്കാണെങ്കിലും നമുക്ക് ബസ് ലൈൻ വ്യക്തമായി കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫൈൻ കിട്ടുമ്പോൾ തന്നെ അടയ്ക്കണമെന്നില്ല, നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നിടത്ത് ചലഞ്ച് ചെയ്യാം. കൗൺസിലുകൾ ഇളവാക്കി തരാറുണ്ട്. പിന്നെ ഇതുപോലെ ഒറ്റയടിക്കും 3 ഫൈനിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റുഡൻറ്റ് പീരീഡാണ്, PSW ആണ്, തെറ്റ് ചെയ്യാനല്ല പറയണം, ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. അവർക്കൊരു മനസ്സലിവുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 240 എന്നുള്ളത് 160 കിട്ടിയില്ലേ. എന്താ പറയുക, ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.